മുന്നാക്ക സംവരണത്തിൽ പിന്നാക്കക്കാർക്ക് ആശങ്കയ്ക്ക് വകയില്ലെന്ന് കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് എംപി. ആശങ്കയുള്ളതുകൊണ്ടാണ് മുസ്ലിം ലീഗ് ബില്ലിനെ എതിർത്തതെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് മുനവർ അലി ശിഹാബ് തങ്ങൾ. ദുബൈയിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇരു നേതാക്കളും സംവരണ വിഷയത്തിലെ നിലപാട് അറിയിച്ചത്. കോൺഗ്രസിലെ പിന്നാക്ക നേതാവ് എന്ന നിലയിൽ മുന്നോക്കക്കാർക്ക് 10% സംവരണം ഏർപ്പെടുത്തുന്നതിൽ ആശങ്കയുണ്ടോ എന്ന ചോദ്യത്തിന് കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ മറുപടി ഇതായിരുന്നു. ഞങ്ങൾക്ക് അതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് ലഭിക്കുന്ന സംവരണത്തിൽ യാതൊരു കുറവും വരുന്നില്ല. മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പിന്നോക്കക്കാർക്ക് 10% സംവരണം കൊടുക്കുന്നത് അത് മെറിറ്റിൽ നിന്നാണ് കൊടുക്കുന്നത്. എന്നാൽ നേരത്തെ സംസാരിച്ച മുനവർ അലി തങ്ങൾ ബില്ലിനെ എതിർത്തത് ആശങ്കയുള്ളതുകൊണ്ടാണെന്ന് വ്യക്തമാക്കിയിരുന്നു. സാമ്പത്തികമായി ഒരു സംവരണം ഉണ്ടാകുമ്പോൾ സാമുദായികമായി പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് മതവിശ്വാസികൾക്കുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഉന്നമനത്തിന് ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു ശാക്തീകരണത്തിന് അത് വലിയ ഉപകാരപ്രദമായി മാറിയിട്ടുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുമ്പോൾ അതിലൊരു സംവരണം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് ഞങ്ങളെപ്പോലുള്ള ന്യൂനപക്ഷങ്ങൾക്ക് അതിൽ ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളത് അതിനെതിരായി വോട്ട് ചെയ്തിട്ടുള്ളത്. PK സിൻഹൂർ റിപ്പോർട്ട് മുന്നിൽ വെച്ചാണ് നടപടിയെങ്കിലും ഇപ്പോൾ ബില്ല് അവതരിപ്പിച്ചതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണെന്ന് MK രാഘവൻ MP പറഞ്ഞു. കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധിയുടെ UAE സന്ദർശനത്തിന്റെ ഭാഗമായാണ് കോൺഗ്രസ് ലീഗ് നേതാക്കൾ ദുബൈയിലെത്തിയത്. N ഷംസുദ്ദീൻ MLA, യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി PK ഫിറോസ്, അബ്ദുറഹ്മാൻ രണ്ടത്താണി തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ദുബായ്.